കർത്താവിന് സ്തോത്രം. ദൈവസന്നിധിയിൽ വന്നെത്തിയിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുമ്പോൾ ഇതിന് നമുക്ക് അവസരവും അനുവാദവും എല്ലാ അനുഗ്രഹങ്ങളും നൽകി അനുദിനവും നമ്മെ പരിപാലിക്കുന്ന വാഴ്ത്തപ്പെട്ട ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു. നല്ലവനായ കർത്താവിൻ്റെ ശ്രേഷ്ഠമേറിയ പരിപാലനമാണല്ലോ ഈ കാലമെല്ലാം നമ്മെ നിർത്തിയിരിക്കുന്നത്. ആകയാൽ പിന്നെയും ആ ബലമുള്ള കൈ കീഴിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് കർത്താവിൻ്റെ വരന് വേണ്ടി പിന്നെയും കാത്തിരിക്കാം. ദൈവജനത്തിൻ്റെ ജീവിത അനുഭവം എന്ന് പറയുന്നത് ഏറെയും കാഴ്ചയാലല്ല, വിശ്വാസത്താലാണ്. ആകയാൽ വിശ്വാസത്തിൻ്റെ ബഹുമുഖങ്ങൾ എന്ന വിഷയത്തോടെ ബന്ധത്തിൽ അല്പസമയം തിരുവചനം സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 40-ാം വാക്യത്തിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാനിവിടെ വായിക്കട്ടെ. നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. നമുക്കറിയാം, കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാരുമായി ഒരുമിച്ചുള്ള ഗലീല കടലിലെ പടകിലുള്ള യാത്രയിൽ നേരിട്ട പ്രതിസന്ധികളുടെ നടുവിൽ അവരാരെന്ന് അറിയാതെ അവരോടൊപ്പമുള്ള കർത്താവിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാതെ ഭയന്നു പോയ, പതറിപ്പോയ ശിഷ്യജനത്തെ ആശ്വസിപ്പിച്ച് ഉറപ്പിച്ചതിന് ശേഷം കർത്താവ് അവരോട് ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ? വിശ്വാസം എന്നത് വിശ്വാസിയുടെ ശ്വാസമാണ്, പ്രാണവായുവാണ്, ഓക്സിജനാണ്. ഈ ശരീരം ജീവിച്ചിരിക്കാൻ പ്രാണവായു ആവശ്യമായിരിക്കുന്നത് പോലെ ആത്മീയ മനുഷ്യൻ ശക്തിപ്പെടേണ്ടതിനും ഈ ദ്രവത്വമുള്ള ശരീരത്തിൽ പ്രത്യാശ നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടതിനും നമുക്ക് ഏറ്റവും ആവശ്യം ഈ വിശ്വാസമെന്ന പ്രാണവായുവാണ്. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കട്ടെ, വിശ്വാസം വിശ്വാസിയുടെ ശ്വാസമാണ്, ഓക്സിജനാണ്. ഒരു ഡയമണ്ടിന് പല മുഖങ്ങളുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട് പല മുഖങ്ങൾ. ഇതുപോലെയാണ് വിശ്വാസത്തിനും അനുഭവങ്ങളോടും സാഹചര്യങ്ങളോടും ഉള്ള ബന്ധത്തിൽ അതിൻ്റെ മുഖങ്ങളും വിവിധമാണ്. ഞാൻ ചില ചിന്തകൾ അതിനോടൊപ്പം നിങ്ങളെ ഓർപ്പിക്കട്ടെ. ഇതൊരു വലിയ വിശാലമായ വിഷയമാണ്. മണിക്കൂറുകൾ കൊണ്ട് പോലും പറഞ്ഞു തീർക്കുവാൻ സാധിക്കാത്ത നിലയിൽ വിശാലമായിരിക്കുന്ന ഈ വിഷയത്തെ ഒരു 4-5 പ്രധാനപ്പെട്ട വിഷയങ്ങൾ കൂടെ നിങ്ങളെ ഓർപ്പിച്ചുണർത്തിട്ട് അത് എല്ലാവരുടെയും പ്രത്യാശയ്ക്കും വിശ്വാസത്തിൻ്റെ വർധനവിനും കാരണമായി തീരട്ടെ എന്നും പ്രാർത്ഥിക്കും. വിശ്വാസത്തിൻ്റെ ഒന്നാമത്തെ മുഖമായി ഇന്ന് ഞാനിവിടെ ഓർപ്പിക്കുന്ന വിഷയം രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 4-ാം അധ്യായം 3-ാം വാക്യത്തെ ആസ്പദമാക്കിയാണ്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 4-ാം അധ്യായം 3-ാം വാക്യം. അതിനവൻ, നീ ചെന്ന് നിന്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക. പാത്രങ്ങൾ കുറവായിരിക്കരുത്. ഈ ചരിത്രത്തെക്കുറിച്ച് ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. വേദപുസ്തക പഠിതാക്കൾക്ക് ഈ ചരിത്രം വളരെ അറിവുള്ളതാണ്. ഒരു പ്രവാചക ദാസന്റെ വീട്, ഭക്തനായ ഒരു മനുഷ്യന്റെ വീട്. ആ ഭക്തനായ മനുഷ്യൻ മരിച്ചു. തൻ്റെ ഭാര്യയും 2 മക്കളും ശേഷിച്ചു. അല്പകാലം മുന്നോട്ട് പോയപ്പോൾ സാമ്പത്തിക ബാധ്യതകൾ ആ കുടുംബത്തിനുണ്ടായി. ഭക്തനായിരുന്നിട്ടും
ഭക്തിയുടെ മറവിൽ മറ്റൊന്നും അടിച്ചു മാറ്റി ധനവാനാകാൻ ആ മനുഷ്യൻ ഇന്ന് പലരും ചെയ്തതുപോലെ ചെയ്യാഞ്ഞതിന്റെ ഫലമായി സാമ്പത്തിക നേട്ടമൊന്നും ആ കുടുംബത്തിനില്ലാതായി വന്നു. മാത്രമല്ല, ചില കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഉപജീവന മാർഗത്തിന് പോലും യാതൊരു വഴിയുമില്ലാതെ വന്നു. എന്ത് സംഭവിച്ചു? ആ കാലങ്ങളിൽ കടം വീട്ടാൻ മനുഷ്യരെ പോലും അടിമകളായി വിൽക്കുന്ന ഒരു കാലമായിരുന്നു. അവരുടെ കടം തീർക്കുവാൻ സാധ്യതകളില്ലാഞ്ഞതുകൊണ്ട് കടക്കാർ എന്ത് ചെയ്തെന്നറിയാമോ? ആ മാന്യ സ്ത്രീയുടെ ആൺമക്കളെ രണ്ടുപേരെയും അടിമകളായി കൊണ്ടുപോകുവാനുള്ള ക്രമീകരണം ചെയ്തു. ഇന്ന് ലോൺ എടുത്ത് അടച്ചു തീർക്കാൻ സാധിക്കാതെ ജപ്തി ചെയ്യുവാൻ ബാങ്കിൽ നിന്ന് ആളുകൾ വരുന്നത് പോലെ ഈ ഭക്തനായ മനുഷ്യന്റെ അനുമസന്ധാനങ്ങളെ അടിമകളാക്കുവാൻ അധികാരികൾ അടുത്തു വരുന്ന സമയത്ത് ആദിയോടുകൂടെ പ്രവാചകന്റെ അരികിൽ ഓടിയെത്തിയ ഒരു സ്ത്രീയോട് ആ പ്രവാചകൻ പറഞ്ഞ വാക്കുകളാണ് നമ്മൾ ഇവിടെ വായിച്ചത്. ശ്രദ്ധിക്കൂ. കടം കയറിയിരിക്കുകയാണ്. മക്കളെ കടക്കാർ പിടിച്ചുകൊണ്ട് പോവുകയാണ്. ഇതിന്റെ പരിഹാരത്തിന് വേണ്ടി ഈ മാന്യ സ്ത്രീ പ്രവാചകന്റെ അരികിൽ ചെന്നു. യജമാനനെ, അങ്ങേക്കറിയാമല്ലോ, എൻ്റെ ഭർത്താവ് അങ്ങയുടെ ദാസൻ ദൈവഭക്തനായിരുന്നു. പക്ഷേ ഇന്ന് ഞങ്ങളുടെ അവസ്ഥ ഭക്തിക്ക് കുറവില്ലെങ്കിലും സാമ്പത്തിക ബാധ്യതകൾ വളരെയുണ്ട്. ആ സ്ത്രീയുടെ ഭക്തി, ദൈവഭക്തി കുറഞ്ഞിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് അവരുടെ പ്രതിസന്ധിയിൽ ഓടി ദൈവസന്നിധിയിലെത്തിയത്. അവിടെ ചെന്ന സമയത്ത് പ്രവാചകൻ ഈ മാന്യ സഹോദരനോട് ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയുണ്ട്? എന്തുണ്ട്? മറുപടി, ഒരു ഭരണി എണ്ണ കുറച്ച് കാലം കൂടെ ഞങ്ങളുടെ വീട്ടിൽ ഇരിപ്പുണ്ട്. അടുത്ത സ്റ്റെപ്പ്, പ്രവാചകൻ ഇതായി സഹോദരിയോട് പറയുന്നു, നീ തിരിച്ചു വീട്ടിൽ ചെല്ലൂ, നിന്റെ അയൽപക്കങ്ങളിലൊക്കെ ചെല്ലുക, എന്നിട്ട് എല്ലാ വീടുകളിൽ നിന്നും ലഭിക്കാവുന്നിടത്തോളം വെറും പാത്രങ്ങൾ ശേഖരിക്കുക. ഇവിടെയാണ് വിശ്വാസത്തിൻ്റെ ബഹുമുഖങ്ങളുടെ ഒരു പ്രത്യേകത വെളിപ്പെടുവാൻ സാധിക്കുന്നത്. കടം കയറി അടിമകളായി മക്കളെ പിടിച്ചുകൊണ്ട് പോകുവാൻ ആളുകൾ അടുത്തു വരുമ്പോൾ ലഭിക്കുന്ന ദൈവത്തിൻ്റെ ആലോചന, പ്രവാചകനിൽ ലഭിക്കുന്ന ദൈവാലോചന വളരെ വിചിത്രമായി തോന്നാം. എന്തിന് ഈ ആലോചന പറഞ്ഞു എന്ന് ബുദ്ധിയുണ്ടോ യുക്തിയുണ്ടോ അളക്കുന്ന വ്യക്തി പ്രവാചകനെ പോലും നിന്ദിച്ചു കളയും. വെറും പാത്രങ്ങൾ ശേഖരിക്കുകയെന്ന്. വെറും പാത്രങ്ങൾ ശേഖരിച്ചിട്ട് എങ്ങനെ കടം തീർക്കും? അയൽവക്കങ്ങളുടെ വീടുകളിൽ ചെന്നിട്ട് കിട്ടാവുന്നിടത്തോളം പണം കടം വാങ്ങിക്കൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് ബുദ്ധിക്ക് നിരക്കുന്നതാണ്. ഇവിടെയാണ് ദൈവജനത്തിന്റെ ആ ഓക്സിജൻ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഞാൻ പറയട്ടെ, അനുകൂലമായി ഒന്നും കാണാനില്ലാതിരിക്കുമ്പോൾ ദൈവാലോചനയെ പൂർണ്ണമായി സ്വീകരിച്ചിട്ട് ഈ ആലോചന പോലെ നടക്കും എന്ന് വിശ്വസിക്കുന്നതാണ് വിശ്വാസത്തിന്റെ ഒന്നാമത്തെ മുഖം. ഈ വിഷയത്തോളം ബന്ധത്തിൽ വെറും പാത്രങ്ങൾ ശേഖരിക്കുക. ഒരു കാര്യം പ്രവാചകൻ എടുത്തു പറഞ്ഞു, പാത്രങ്ങൾ കുറവായിരിക്കരുത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്ന ചില സമയങ്ങളിലെ ദൂതുകൾ യുക്തിക്ക് നിരക്കാത്തതായിരിക്കും. എന്നാൽ
അത് ദൈവത്തിൻ്റെ ആലോചനയാണെങ്കിൽ അറിയണം, നമ്മുടെ ബുദ്ധിയേക്കാൾ, നമ്മുടെ യുക്തിയേക്കാൾ സർവജ്ഞാനിയായ ദൈവം തൻ്റെ ആലോചനയ്ക്കകത്ത് മനുഷ്യരാരും ഇതുവരെ ഗ്രഹിച്ചിട്ടില്ലാത്ത, മനസ്സിലാക്കിയിട്ടില്ലാത്ത ശ്രേഷ്ഠമേറിയ പദ്ധതികൾ ഉള്ളടക്കം ചെയ്താ പറയുന്നത്. പോകുക, വെറും പാത്രങ്ങൾ കളക്ട് ചെയ്യുക എന്നുള്ളത്. ഈ സഹോദരി അതുപോലെ ചെയ്യുന്നു. വീടുകളെല്ലാം കയറി ഇറങ്ങുകയാണ്, ലഭിക്കാത്തത്തോളം പാത്രങ്ങൾ വാങ്ങിക്കുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കൂ, നാട്ടുകാർക്കൊക്കെ അറിയാം ഈ വീട് വളരെ ബുദ്ധിമുട്ടിലാണ്. പക്ഷേ നാട്ടുകാർക്ക് ഈ കുടുംബത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരുന്നില്ല. കാരണം ആ അയൽവക്കങ്ങളിലുള്ള വിലപിടിപ്പുള്ള പാത്രങ്ങൾ ഒരു അല്പം നേരത്തേക്കെങ്കിലും ഇവരെ ഏൽപ്പിക്കാൻ അവർക്ക് മനസ്സ് തോന്നിയത് ഇവരോടുള്ള വിശ്വാസമാണ്. ഒരു ഭക്തൻ സാമ്പത്തികമായ എത്രയൊക്കെ പരാജയപ്പെട്ടെന്ന് തോന്നിയാലും ദൈവാശ്രയത്തിലുള്ള ഒരു വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത് ദൈവത്താൽ എപ്പോഴും മാനിക്കപ്പെടുന്നതാണ്. ഞാനതിൻ്റെ ചരിത്രങ്ങൾ അധികം വിശദീകരിക്കാതെ വിഷയത്തിലേക്ക് പ്രവേശിക്കട്ടെ. ലഭിക്കാത്തത്തോളം പാത്രങ്ങൾ കളക്ട് ചെയ്യുന്നു. അനന്തരം രണ്ടാമത്തെ ആ വിഷയം എന്ന് പറയുന്നത്, പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് കിട്ടാമത്തോളം പാത്രം അയൽവക്കങ്ങളിൽ നിന്ന് വാങ്ങിക്കുക. രണ്ടാമത്തത്, ഇത് മുഴുവൻ നിന്റെ വീട്ടിൽ കൊണ്ടുവയ്ക്കുക. മൂന്നാമത്തത്, നീയും നിന്റെ മക്കളും വീട്ടിനുള്ളിൽ ഇരിക്കുക. നാലാമത്തത്, നിന്റെ കതകുകൾ അടയ്ക്കുക. കാരണം ഇപ്പോൾ നാട്ടിൽ എല്ലാവരുടെ മനസ്സിൽ ഒരു വലിയ സംശയം, ഒരു വലിയ ആകാംക്ഷ, എന്താ സംഭവിക്കാൻ പോകുന്നത്? ആഹാരത്തിന് പോലും നിർവാഹമില്ലാതിരിക്കുന്ന ഈ വ്യക്തികൾ എന്തിന് ഇത്രയധികം പാത്രങ്ങൾ, വെറും പാത്രങ്ങൾ കളക്ട് ചെയ്യുന്നു? എല്ലാവരും വളരെ ആകാംക്ഷയോടിരിക്കുക. ഈ നാട്ടുകാരൊക്കെ വന്ന് ഏകാഗ്രത നഷ്ടപ്പെടുത്തിയിട്ട് ലഭിക്കേണ്ട ദൈവാനുഗ്രഹങ്ങൾ ഇല്ലാതെ പോകാൻ സാധ്യതയുണ്ട്. ആകയാൽ വാതിലുകൾ അടച്ച് നിങ്ങൾ മൂന്നും അവിടെ ഇരിക്കുക. അടുത്തത്, ഈ ഒരു ഭരണിയിലെ എണ്ണ എന്ത് ചെയ്യണമെന്നറിയാമോ? ഈ വെറും പാത്രങ്ങളിലേക്ക് പകരുക. സ്നേഹിതരെ, ഇതൊരു വലിയ ബുദ്ധികെട്ട പ്രസ്താവനയല്ലേ? ഒരു ഭരണിയിലെ എണ്ണ പകർന്നാൽ അടുത്തൊരു ഭരണിയിൽ ഒഴിക്കാമെന്നല്ലാതെ എന്തു ചെയ്യാൻ സാധിക്കും? അതാണ് മാനുഷ്യ ബുദ്ധിയുടെ ചിന്ത എന്ന് പറയുന്നത്. എന്നാൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെയും വിളിച്ചു വരുത്തിയ ദൈവം, തൻ്റെ വാക്കുകൊണ്ട് സകലത്തെയും സൃഷ്ടിച്ച ദൈവം, തൻ്റെ ദാസനിൽ കൂടെ ദൂത് ഈ സ്ത്രീയോട് സംസാരിക്കുമ്പോൾ ഒരു വലിയ പ്രത്യേക പദ്ധതി ഇവർക്ക് വേണ്ടി ഒരുക്കിയതിന് ശേഷമാണ് പറയുന്നത്, നീ നിന്റെ വീട്ടിലുള്ള ഒരു ഭരണി എണ്ണ വെറും പാത്രങ്ങളിലേക്ക് പകരുക. നമുക്കറിയാമല്ലോ എന്താ സംഭവിച്ചത്. അവർ 3 പേരും ചേർന്നുകൊണ്ട് ഈ പാത്രങ്ങൾ ഓരോന്നോരോന്ന് മക്കൾ അമ്മയുടെ മുൻപിലേക്ക് മാറ്റിവെക്കുമ്പോൾ ആ മാന്യ സഹോദരി ദൈവാലോചനയ്ക്ക് വിധേയപ്പെട്ടുകൊണ്ട് ആ ഒരു ഭരണിയിലെ എണ്ണ പാത്രങ്ങളിലേക്ക് പകർന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്ന അറിയാമോ? ഈ ഭരണിയില് എണ്ണ ഒരിക്കലും തീരുന്നില്ല. പിന്നെയോ അനേക വെറും പാത്രങ്ങളെ നിറച്ചുകൊണ്ട് ഈ ഭരണിയിലെ എണ്ണ നിറഞ്ഞു കവിയാണ്. ഇവിടെയാണ് വിശ്വാസത്തിന്റെ മുഖം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരിക്കലും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത
ഒരു വലിയ സംഭവമാണ് ഇവിടെ നടക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവമക്കൾ, പ്രിയപ്പെട്ടവർ, ദൈവവിശ്വാസികൾ മനസ്സിലാക്കൂ. നമ്മുടെ ഒക്കെ ബുദ്ധിയിൽ ഒരിക്കലും ശരിയാകത്തില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ സർവശക്തനായ ദൈവമാണോ നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്? അറിഞ്ഞുകൊള്ളൂ, ദൈവത്തിന്റെ ആലോചന സകല മനുഷ്യരുടെയും ആലോചനയേക്കാൾ വലിയതാണ്. ആ ആലോചനയ്ക്കകത്ത് അത്ഭുതങ്ങൾ ഉള്ളടക്കം ചെയ്തിട്ടാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്. എന്നാൽ അതിനെ വിശ്വസിക്കാനുള്ള മനസ്സാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? എന്തുമാത്രം പാത്രങ്ങൾ ആ വീട്ടിലുണ്ടായിരുന്നുവോ ആ പാത്രങ്ങൾ മുഴുവൻ ഇപ്പോൾ നിറഞ്ഞിരിക്കുകയാണ്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഒന്നും കാണാനില്ലാതിരിക്കുമ്പോൾ, വെറും പാത്രങ്ങൾ മാത്രം കാണുമ്പോൾ, ആ വെറും പാത്രങ്ങളെ നിറയ്ക്കുവാൻ കഴിവുള്ള ദൈവ സാന്നിധ്യം നമ്മളോട് ആലോചനകൾ പറയുമ്പോൾ ബുദ്ധി കൊണ്ടതിനെ അളക്കാതെ ഇത് സംസാരിച്ചത് ദൈവമാണ്. ആകയാൽ ഞാനൊരു ദൈവത്തെ സംശയിക്കുന്നില്ല. ശിഷ്യന്മാര് കർത്താവിനെ സംശയിച്ചു. അതുകൊണ്ടാണ് കർത്താവ് ചോദിച്ചത്, ഇപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമില്ലയോ? പ്രിയപ്പെട്ടവരെ, ഈ പ്രത്യേക സന്ദർഭത്തിൽ അനുകൂലമല്ലാത്ത അനവധി പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ദൈവമക്കൾ അറിഞ്ഞുകൊള്ളൂ, എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുന്ന അനവധി വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ, നമ്മുടെ വീട്ടിലിരിക്കുന്ന പാത്രങ്ങളെല്ലാം വെറും പാത്രങ്ങളായിരിക്കുമ്പോൾ, ആ വെറും പാത്രങ്ങളെ നമുക്ക് എങ്ങനെ നിറയ്ക്കാം എന്ന് ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് പരാജയപ്പെടുമ്പോൾ ഓടി ദൈവത്തിൽ ചെല്ലൂ. ദൈവത്തിന്റെ ആലോചന കേൾക്കൂ. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത ശ്രേഷ്ഠവേറിയ അനുഭവങ്ങൾ ദൈവ ആലോചനയാൽ അനുസരിക്കുന്നതിനാൽ നമുക്ക് പ്രാപിക്കാൻ സാധിക്കും എന്നുള്ള ഈ വിഷയം ഈ സമയത്ത്, ഈ ആണ്ടിന്റെ അവസാന സമയത്തോളം എത്തിയിരിക്കുന്ന ദൈവവിശ്വാസത്തോട് പ്രസ്താവിക്കുമ്പോൾ, ആരെങ്കിലും നിങ്ങളുടെ പരിസ്ഥിതികളെ ഓർത്തിട്ട്, ആരെങ്കിലും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന എംപ്റ്റി വെസൽസ്, ശൂന്യമായിരിക്കുന്ന പാത്രങ്ങളെ കണ്ടിട്ട് കണ്ണു നിറയുന്നെങ്കിൽ അറിഞ്ഞുകൊള്ളൂ, ദൈവസന്നിധിയിൽ ഓടിയടുക്കുന്ന വ്യക്തിയോട് എന്ത് ചെയ്യണമെന്ന് പറയുന്ന വിശ്വാസ നായകനും പൂർത്തിവർദ്ധനുമായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മുടെ അടുക്കലുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കി വിശ്വാസത്താൽ ദൈവാലോചനയെ അനുസരിക്കുന്ന വ്യക്തി അറിഞ്ഞുകൊള്ളൂ, ശൂന്യതകളെ നിറയ്ക്കുന്ന ദൈവമാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട ദൈവം. പ്രൈസ് ദി ലോർഡ്. ഇതോട് ചേർത്ത് പഠിച്ച അനേക വിഷയങ്ങൾ നമുക്ക് ഇതിൽ കൂടെ കാണാൻ സാധിക്കുന്നുവെങ്കിലും സമയത്തിന്റെ പരിമിതിയെ കണക്കിലെടുത്തുകൊണ്ട് ആ വിഷയങ്ങളോട് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അറിഞ്ഞുകൊള്ളൂ, കാണാനൊന്നുമില്ലാതിരിക്കുമ്പോൾ, കാണാൻ കഴിയുന്നത് മുഴുവൻ ശൂന്യമായ വെറും പാത്രങ്ങൾക്ക് സമാനമായിരിക്കുമ്പോൾ, ഭക്തന്റെ സന്താനങ്ങളെ അടിമകളാക്കാൻ അധികാരികൾ അടുത്തു വരുമ്പോൾ, ആദിയോട് നിലവിളിക്കുന്ന ഒരു വ്യക്തിയുടെ നിലവിളിയെ കണ്ടിട്ട് മറന്നു കളയാത്ത ദൈവം, ഞാനും നിങ്ങളും അറിയുന്നതിനേക്കാൾ അപ്പുറത്ത് നമുക്ക് വേണ്ടി ശ്രേഷ്ഠമേറിയ പദ്ധതികൾ ഒരുക്കിയിട്ടുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് ഒരു കാര്യം ചെയ്യൂ, ആലോചന തന്ന ദൈവത്തെ വിശ്വസിക്കൂ. വെറും പാത്രങ്ങളെ ദൈവം നിറച്ചു തരും. പാത്രങ്ങളെല്ലാം നിറഞ്ഞു. ഇതാ ഈ സ്ത്രീ ഓടിച്ചെന്ന് പ്രവാചകനോട് പറയുകയാണ്, പാത്രങ്ങളെല്ലാം നിറഞ്ഞു, എന്തു ചെയ്യണം? ആ പ്രവാചകൻ പറഞ്ഞു,
നീ ഇത് പോയി വിൽക്കുക, എന്നിട്ട് കടം വീട്ടുക. മാത്രമല്ല ബാക്കി വരുന്നത് നിന്റെ ഉപജീവനത്തിന് വേണ്ടിയുള്ളതാണ്. പക്ഷെ ഇന്ന് പല പ്രവാചകന്മാരും ഒക്കെ പറയുമായിരിക്കും, ഓക്കെ, വിറ്റ് കടം വീട്ടുക, ബാക്കിയുള്ളത് എന്നെ ഏൽപ്പിക്കുക എന്ന് പറയുന്നവർ ഇന്ന് വിരളമല്ല. പക്ഷേ നമ്മൾ അറിയണം, ദൈവാലോചന പറയാൻ ദൈവം ഒരു വ്യക്തിയെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെയും കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കേണ്ട ആവശ്യമൊന്നും ദൈവത്താൽ ആക്കപ്പെട്ട ഒരു പ്രവാചകനും ഒരു ശുശ്രൂഷകനും ആവശ്യമില്ല. നമ്മുടെ ദൈവം, നമ്മുടെ കർത്താവ്, നമ്മുടെ യജമാനൻ കൽപ്പിച്ചിരിക്കുന്നത് ന്യായമായത് തരാം ജോലി ചെയ്യുന്നെങ്കിൽ. ജോലി ചെയ്യാതെ മറ്റു പലരുടെയും അടിച്ചു മാറ്റുന്ന ആ അനുഭവങ്ങൾ, ആ യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ മാനസാന്തരപ്പെടുവാൻ ഈ ദിവസങ്ങളിലാണ് ഈ ശുശ്രൂഷകന്മാരെന്ന് പറയുന്ന പലരും അവരവരെ ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത്. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. നമ്പർ 1, എല്ലാം ശൂന്യമായി കാണുമ്പോൾ ദൈവത്തിൻ്റെ ആലോചനയെ അനുസരിക്കുന്ന വ്യക്തിക്ക് വേണ്ടി നിറച്ചു നൽകുന്ന, ശൂന്യതകൾ മാറ്റുന്ന വിശ്വാസം നമുക്ക് ഈ ദിവസങ്ങളിൽ ഏറ്റെടുക്കാം. വേറൊരു വാക്യം, എബ്രായ ലേഖനം 11-ാം അധ്യായം 7-ാം വാക്യം ഞാൻ വായിക്കാം. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിക്കണം. അതുവരെ കാണാത്തവയെ കുറിച്ച്. ഒന്നാമത്തത്, ഒന്നും കാണാനില്ലാതിരിക്കുമ്പോൾ, കാണുന്ന മുഴുവൻ വെറുപാത്രങ്ങളായിരിക്കുമ്പോൾ അതിനെ നിറയ്ക്കാൻ ദൈവത്തിന് കഴിയും എന്ന് വിശ്വസിക്കുന്ന വിശ്വാസം. 2, മുൻപരിചയം ഒന്നുമില്ലാത്ത കാര്യം, ഇതുവരെ കേട്ടിട്ടില്ലാത്ത കാര്യം, ഒരു പിടിയുമില്ലാത്ത വിഷയങ്ങൾ ദൈവം ആലോചനയായി നൽകുമ്പോൾ അതിനെ വിശ്വസിക്കുന്ന മനോഭാവം. നോഹയുടെ കാലത്ത് മഴയെന്നത് അവരാരും കേട്ടിട്ടില്ല. മഞ്ഞ് പെയ്ത് കൃഷിയിടങ്ങളെ നനയ്ക്കുമായിരുന്നു. എന്നാൽ മഴ അവർക്കൊരു കേട്ടുകേഴ്വി പോലും ഇല്ലാത്തൊരു വിഷയമാണ്. ഒരു ദിവസം യഹോവയായ ദൈവം നോഹയെ വിളിച്ചു. നോഹേ, ലോകത്തിൻ്റെ, ഈ ഭൂമിയുടെ ഈ അവസ്ഥ, ഈ ജനത്തിൻ്റെ ഈ അവസ്ഥ ഭയാനകമാണ്. അവർ പാപത്തെയാണ് ഇഷ്ടപ്പെടുന്നത്, അവർ ദൈവത്തെ അനുസരിക്കുന്നില്ല. ആകയാൽ ഇതിനൊരു അവസാനം വരുത്തേണ്ടത് ആവശ്യമാണ്. എന്തു ചെയ്യാൻ പോകുന്നു? ഞാൻ ജലപ്രളയത്താൽ മഴ പെയ്ച്ചിട്ട് ഭൂമിയിൽ നിന്ന് ഉറവകൾ തുറന്നിട്ട് ജലപ്രളയത്താൽ ഈ ഭൂമിയെ നശിപ്പിക്കാൻ പോകുകയാണ്. നോഹയ്ക്കൊരു പിടിയും കിട്ടിയില്ല. പക്ഷെ നോഹ ദൈവത്തെ പൂർണ്ണമായി വിശ്വസിച്ചു. നോഹ നാടനീകളെ ഈ ദൈവിക ആലോചനയെ വിളംബരം ചെയ്തു. എന്താണെന്നറിയാമോ പറഞ്ഞത്? ദേശനിവാസികളെ, ഈ ലോകത്തെ ദൈവം മഴയാൽ, വെള്ളത്താൽ നശിപ്പിക്കാൻ പോവുകയാണ്. നാട്ടുകാരെല്ലാം കൈകൊട്ടി പരിഹസിച്ച് കാണും. മഴയോ? അതെന്താണ്? എങ്ങനെയാണുള്ളത്? എങ്ങനെ സംഭവിക്കും? ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. ലോകം മുഴുവൻ ദൈവാലോചനയെ സംശയിക്കുമ്പോഴും ഒരു വിശ്വാസി വിശ്വസിക്കുവാൻ പ്രയാസമെന്ന് തോന്നുന്ന കാര്യങ്ങളെയും വിശ്വസിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന അനുഭവമാണ് തൻ്റെ വിജയത്തിന് ആധാരമായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ചിന്തിക്കണേ, അതുവരെ കാണാത്തവയെ കുറിച്ച് നോഹ
കേട്ടിട്ട് ഭയം തോന്നി. പക്ഷേ ഭയം തോന്നിയെങ്കിലും താൻ ചിന്തിച്ചു, ഇതാരാ പറയുന്നത്? ഇത് ദൈവമാണല്ലോ പറയുന്നത്, യഹോവയാണല്ലോ സംസാരിക്കുന്നത്. താൻ ഒരിക്കലും ഭോഷ്ക് പറയത്തില്ലല്ലോ, താൻ സത്യം മാത്രമേ പറയത്തുള്ളല്ലോ, താൻ പറയുന്നത് അതുപോലെ സംഭവിക്കുമല്ലോ. അവിടെ നോഹ തീരുമാനിച്ചു, ഞാൻ കണ്ടിട്ടില്ലെങ്കിലും എനിക്ക് മുൻ പരിചയമില്ലെങ്കിലും എനിക്കറിവില്ലാത്ത കാര്യമാണെങ്കിലും എൻ്റെ ദൈവം സംസാരിച്ചിരിക്കുന്ന വിഷയമായിരിക്കുന്നത് കൊണ്ട് ഞാൻ അതിനെ പൂർണ്ണമായി വിശ്വസിക്കും തീരുമാനിച്ചു. എന്തുപറ്റി? വർഷങ്ങൾ നോഹ നടന്ന് ഇതിനെക്കുറിച്ച് പ്രസംഗിച്ചെങ്കിലും ആരും കേട്ടില്ല, ആരും വിശ്വസിച്ചില്ല. ആ സമയത്ത് തൻ്റെ വീടിനോട് ചേർന്ന് ദൈവത്തിൻ്റെ ആലോചന പ്രകാരം, ദൈവത്തിൻ്റെ പ്ലാൻ അനുസരിച്ച് ഇതൊരു വലിയ പട്ടകത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക. എന്ത് സംഭവിച്ചു? സമയമായി നോഹയും കുടുംബവും പട്ടകത്തിൽ കയറി. ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിച്ച് ദൈവം എന്തു പറയുന്നുവോ അതെല്ലാം അതുപോലെ ചെയ്യുന്ന നോഹ ജീവജാലങ്ങളിൽ നിന്ന് ദൈവവ്യവസ്ഥയ്ക്കനുസരിച്ച് ഉള്ളതിനെ മുഴുവൻ അതിൽ കയറ്റി. എന്നാൽ നമ്മൾ സാധാരണ പറയുന്നത് പോലെ പട്ടകം പണിഞ്ഞ ആശാരിമാരുൾപ്പെടെയുള്ള ആർക്കും അതിൽ പ്രവേശിപ്പാൻ സാധിച്ചില്ല, ആർക്കും താല്പര്യമില്ലായിരുന്നു. പക്ഷേ ദൈവം ഒരിക്കലും തന്റെ വാക്കിനെ വ്യത്യാസപ്പെടുത്തുന്നില്ല. സമയമായപ്പോൾ ആകാശത്തിൽ നിന്ന് മഴ പെയ്യാൻ തുടങ്ങി, ഭൂമിയുടെ ഉറവുകളെ തുറന്നു. ഇതുവരെ അവർ കണ്ടിട്ടില്ലാത്ത ന്യായവിധി ദേശത്തുണ്ടായി. ദേശത്ത് വെള്ളം പൊങ്ങി. ആ ചരിത്രം ഞാൻ വിശദീകരിക്കുന്നില്ല. എന്നാൽ അതിൽ കൂടെ എനിക്ക് ഓർപ്പിക്കാനുള്ളത്, ദൈവമക്കൾ അറിഞ്ഞിരിക്കേണ്ടത്, ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഒരു മുൻ പരിചയമില്ലാത്ത കാര്യം ദൈവമാണോ സംസാരിക്കുന്നത്, അത് സത്യമാണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് സംശയമില്ലാതെ അതിനെ ഏറ്റെടുക്കുന്നെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊള്ളണം, നമ്മുടെ വിശ്വാസത്തിന്റെ പ്രത്യേകതയാൽ സംഭവിക്കാൻ പോകുന്ന ഭയങ്കര കെടുതികളിൽ നിന്ന് നമുക്ക് വിടുതൽ ഏറ്റെടുക്കുവാൻ സാധിക്കും. സ്തോത്രം. കാനാവിലെ കല്യാണ വീട്ടിൽ വീഞ്ഞ് തീർന്നു പോയി. അവിടെ എല്ലാവരും, ആ വീട്ടുകാരിൽ പ്രധാനപ്പെട്ടവരെല്ലാവരും വളരെ പരിഭ്രാന്തരായി. എന്തു ചെയ്യും? നാണക്കേടായല്ലോ. ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കാനില്ലല്ലോ. വളരെ നിരാശപ്പെട്ടു. എന്ത് സംഭവിച്ചെന്നറിയാമോ? നമുക്ക് കാണാൻ സാധിക്കുന്നത്, നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, അവിടെ യേശുവിൻ്റെ അമ്മയായ മറിയ ഉണ്ടായിരുന്നു. മറിയ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി. എന്നിട്ട് ആ വീട്ടിലെ വേലക്കാരെ വിളിച്ചു പറഞ്ഞു, അറിയേണ്ടവൻ അറിയേണ്ടതുപോലെ അറിയേണ്ട അവസ്ഥകളെ അറിഞ്ഞിട്ടുണ്ട്. എന്നോട് പറഞ്ഞിരിക്കുന്ന ദൂത് എൻ്റെ സമയമായിട്ടില്ല എന്നത്രേ കർത്താവ് സംസാരിച്ചിരിക്കുന്നത്. ആ ദൂത് മറിയെ സന്തോഷിപ്പിച്ചു. ആ ദൂതിൽ നിന്ന് മറിയ ഒരു കാര്യം മനസ്സിലാക്കി, ഇവിടെ കർത്താവിന് പ്രവർത്തിപ്പാൻ ഒരു സമയമുണ്ട്, അതുവരെ വെയിറ്റ് ചെയ്യുക. സമയമായപ്പോൾ യേശു വേലക്കാരെ വിളിച്ചു പറഞ്ഞു, ഈ കൽപാത്രങ്ങളിൽ വെള്ളം കോരി നിറയ്ക്കുക. വേലക്കാർക്ക് ചോദിക്കാം, അതെന്തൊരു ബുദ്ധികെട്ട പ്രസ്താവനയാ. ഇവർക്ക് പച്ചവെള്ളമല്ല ഞങ്ങൾ കുടിക്കാൻ കൊടുക്കുന്നത്, പിന്നെയോ വീഞ്ഞാണ് ഇവർക്ക് കുടിക്കാൻ കൊടുക്കേണ്ടത്. മറിയുടെ വാക്ക് ഇവരും മറന്നു കളഞ്ഞില്ല. യേശു എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യണമെന്നുള്ളതായ ആ മുന്നറിയിപ്പ് ഈ വേലക്കാർ പൂർണ്ണമായി ഏറ്റെടുത്തിട്ട് വെള്ളം കോരി നിറയ്ക്കുവാൻ കൽപ്പിച്ചപ്പോൾ അതതുപോലെ ചെയ്തു.
നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ വാഴ്ത്തപ്പെട്ട കർത്താവ് അതിനെ ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അതിന് നിറം മാറി, അതിന് രുചി മാറി, അതിൻ്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വന്നു. ഇപ്പോൾ ശ്രദ്ധിച്ച്, അത് കോരി വിരുന്ന് വാഴ്കി കൊടുത്തു. കുടിച്ചവർ പറയുന്നത്, ഇത്ര നല്ലത് എവിടെ വെച്ചിരുന്നു? കണ്ടിട്ടില്ലാത്തത്, കേട്ടിട്ടില്ലാത്തത് ദൈവത്തിൻ്റെ ആലോചനയായി അടുത്തു വരുമ്പോൾ ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും അതിനെ അളന്നു കുറിക്കാൻ മനസ്സ് വെക്കാതെ ഇതരുളി ചെയ്തവൻ സകലത്തിൻ്റെ സൃഷ്ടിതാവായ ദൈവമാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് തനിക്കൊരു കാര്യം അസാധ്യമല്ല എന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അനുസരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്താൽ, വിശ്വസിക്കുവാൻ സമർപ്പിച്ചു കഴിഞ്ഞാൽ, ഞാനും നിങ്ങളും ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് വൻ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ശുശ്രൂഷകളിൽ, നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ ചെയ്തെടുക്കുവാൻ ദൈവത്തിന് കഴിയും എന്നുള്ള കാര്യം പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് ദൈവാലോചനയെ ചോദ്യം ചെയ്യാതെ അനുസരിക്കാൻ സമർപ്പിക്കൂ. പച്ചവെള്ളം വീഞ്ഞായി മാറ്റുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും എന്നുള്ള കാര്യം ഒരിക്കലും മറന്നു കളയരുത്. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ കാലത്ത് ബത്സേദ കുളക്കരയിൽ 38 വർഷമായി കിടക്കുന്ന ഒരു രോഗിയുണ്ടായിരുന്നു. യേശു ഒരിക്കൽ വന്നു, അവരോട് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? മറുപടി, എന്നെ സഹായിപ്പാൻ ആരുമില്ല. സ്നേഹിത, നിന്നെ സഹായിക്കാൻ ആരുമില്ലെന്ന് അറിയാവുന്നവനാണ് അടുത്ത് വന്ന് ഈ ചോദ്യം ചോദിക്കുന്നത്. സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഉണ്ടെങ്കിൽ ആ സെക്കൻഡ് നിന്റെ ജീവിതത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വിടുതലാണ് സംഭവിക്കാൻ പോകുന്നത്. നീ കണ്ടിട്ടുണ്ട് കാണും, ഈ കുളത്തിൽ വെള്ളം കലങ്ങുമ്പോൾ ചിലർ ഇറങ്ങി സൗഖ്യം പ്രാപിക്കുന്നത്. പക്ഷേ നിന്റെ ജീവിതത്തിൽ അതുപോലും ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത് നിൽക്കുന്നവന്റെ ഒരു വാക്കുകൊണ്ട് അത്ഭുതങ്ങൾ നടക്കാൻ പോകുകയാണ്. സ്തോത്രം. എന്താ സംഭവിച്ചത്? വിശ്വസിക്കുന്നെങ്കിൽ കർത്താവ് സംസാരിക്കുന്നത്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്കുക. 38 വർഷമായി സ്വയം ഒന്ന് ആ കുളത്തിൽ ഇറങ്ങാൻ പോലും സാധിക്കാതെ ശരീരം മുഴുവൻ ആരോഗ്യം നഷ്ടപ്പെട്ടവനായി കിടക്കുന്ന വ്യക്തിയോട് എഴുന്നേക്ക്, ഈ കിടക്ക എടുത്തുകൊണ്ട് നടക്കൂ എന്ന് പറയുന്ന പ്രസ്താവന ബുദ്ധിക്ക് ചെറുതാണോ? അല്ലല്ലോ. പക്ഷേ ഇവിടെയാണ് വിശ്വാസത്തിന്റെ ശ്രേഷ്ഠത നമ്മൾ കടന്നു വരേണ്ടത്. ഇതൊരു മനുഷ്യനല്ല സംസാരിക്കുന്നത്, ദൈവമാണ് സംസാരിക്കുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് വിശ്വാസത്തോട് അത് ചെയ്യാൻ മനസ്സ് വെക്കുന്നെങ്കിൽ നമ്മളെ കൊണ്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക. ആ മനുഷ്യൻ അത് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഈ പകൽ വേളയിൽ എന്നെ ശ്രദ്ധിക്കുന്ന ഏതൊരു വ്യക്തിയോടും അസാധ്യങ്ങളുടെ മുമ്പിൽ നട്ടം തിരിഞ്ഞിട്ട് നിരാശ മാത്രം ജീവിതത്തിൽ അവശേഷിച്ചിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇനിയൊരു വിടുതലും ഉണ്ടാകുകയില്ല, ഞാനിവിടം കൊണ്ട് അവസാനിക്കും എന്ന് സ്വയം വിധി എഴുതി എനിക്കാരുമില്ല, എന്നെ സഹായിപ്പാൻ ആരുമില്ല എന്ന് സ്വയം തീരുമാനിച്ച് മരണത്തിനു വേണ്ടി കാത്തു നിൽക്കുന്ന വ്യക്തികളോട് ദൈവം ചോദിക്കുന്ന ചോദ്യം, നിനക്ക് മനസ്സുണ്ടോ? നിന്റെ മനസ്സിനനുസരിച്ച് കാര്യങ്ങളെ ക്രമപ്പെടുത്തുവാൻ എനിക്ക് കഴിയും എന്നല്ല ചെയ്യുന്ന കർത്താവ് നമ്മുടെ അടുക്കൽ നിന്ന് നമ്മോട് സംസാരിക്കുമ്പോൾ ആ വചനത്തെ ഏറ്റെടുക്കുവാൻ മനസ്സ് വെക്കുന്നെങ്കിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് കഴിയും എന്നുള്ള കാര്യം മറന്നു കളയരുത്. ഞാൻ വേഗത്തിൽ പോകട്ടെ. ഒന്നും കാണാനില്ലാതിരിക്കുമ്പോൾ, കാണുന്ന മുഴുവൻ ശൂന്യമായ പാത്രങ്ങളായിരിക്കുമ്പോൾ
അതിനെ നിറയ്ക്കും എന്ന് വിശ്വസിക്കുന്ന ആ വലിയ വിശ്വാസമാണ് നമുക്ക് ആവശ്യം. ഒരിക്കലും പരിചയമില്ലാത്ത കാര്യം ചെയ്യാൻ പറയുമ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഒഴിയുന്നതിനേക്കാൾ അളി ചെയ്തവനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്ന ഒരു വലിയ മനോഭാവം നമുക്കുണ്ടെങ്കിൽ അറിയണം, നമ്മുടെ ജീവിതത്തിലാണ് അത്ഭുതങ്ങൾ നടക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ വിഷയത്തിലേക്ക് പോകട്ടെ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായം 13-ാം വാക്യം. അതെന്താ പറയുന്നറിയാമോ? ഭയപ്പെടേണ്ട, ചെന്ന് നീ പറഞ്ഞതുപോലെ ചെയ്യാം. എന്നാൽ ആദ്യം എനിക്ക് ചെറിയൊരട ഉണ്ടാക്കിക്കൊണ്ടുവരിക, പിന്നെ നിനക്കും നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. വിശ്വാസത്തിന്റെ മൂന്നാമത്തെ അവസ്ഥ, നമുക്ക് പോലും ഇല്ലാതിരിക്കുമ്പോൾ ഉള്ളതിൽ നിന്നും ദൈവത്തിൻ്റെ ആലോചന അനുസരിച്ച് ചെയ്യാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ അറിയണം, ഒരിക്കലും തീർന്നു പോകാത്ത അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കും. എന്താ സംഭവം? ഒരു വിധവ, അവളുടെ ഒരു മകൻ ക്ഷാമം കൊണ്ട് ദേശം മുഴുവൻ കൊടുമ്പിരി കൊള്ളുമ്പോൾ അവസാനത്തെ ഒരു പിടി മാവും അല്പമെണ്ണയും 2 വിറകും പെറുക്കിക്കൊണ്ടുവരുന്ന ഈ സ്ത്രീയോട് ദൈവത്തിൻ്റെ ആലോചന അറിയിക്കുവാൻ വന്ന ദൈവത്തിൻ്റെ ദാസൻ പ്രവാചകൻ സംസാരിച്ചു. ഒരു ചെറിയ അട എനിക്ക് കൊണ്ടുവരിക. ആ സ്ത്രീ പറഞ്ഞു, ആകെ ഒരു പിടി മാവേ ഉള്ളൂ. 2 ദിവസം മുമ്പ് വന്നിരുന്നെങ്കിൽ ഒരു ചെറിയ അടയ ഉണ്ടാക്കി തരാമായിരുന്നു. കാരണം ഇതിനേക്കാൾ കൂടുതൽ മാവുണ്ടായിരുന്നു. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, 2 ദിവസം മുമ്പ് വന്നിരുന്നെങ്കിൽ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അതിൽ നിന്നെടുത്ത് കൊടുക്കാം എന്ന് ചിന്തിക്കുന്ന ബുദ്ധിയേക്കാൾ നല്ലത് ഒന്നുമില്ലെന്ന് തോന്നുമ്പോഴും അല്പമെങ്കിലും കയ്യിലുണ്ട് എന്ന ചിന്ത മനസ്സിൽ വരുമ്പോൾ നമ്മൾ അറിയണം, ആ ഉള്ളതിൽ നിന്ന് നാം ദൈവത്തിന് വേണ്ടി ഉള്ളത് കൊടുക്കാൻ മനസ്സ് വച്ചാൽ ഇല്ല എന്ന് ചിന്തിച്ചതിനെ മാറ്റി നമ്മെ അനുഗ്രഹിക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് എല്ലാം സമൃദ്ധിയാകട്ടെ, ഞാൻ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാം എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ഉപരി നമ്മളെ കൊണ്ട് സാധിക്കുന്നത് കൊണ്ട് കർത്താവിന്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി നാം അധ്വാനിക്കുവാൻ മനസ്സ് വെച്ചാൽ കൂടുതൽ കൂടുതൽ ദൈവം നമ്മളെ ഏൽപ്പിച്ചുകൊണ്ടിരിക്കും. അത് വിശ്വസിക്കാനുള്ള മനോഭാവം നമുക്കുണ്ടായിരിക്കണം. ഈ ചരിത്രങ്ങളൊക്കെ എല്ലാവർക്കും സുപരിതമാകൊണ്ട് ആ ചരിത്രത്തിന്റെ വിശദീകരണത്തിലേക്ക് പ്രവേശിക്കാതെ ആ പോയിന്റ്സ് മാത്രം ഞാൻ പറഞ്ഞു വിടുകയാണ്. വിശ്വാസത്തിന്റെ ബഹുമുഖങ്ങളിൽ മൂന്നാമത്തത്, എല്ലാം തീർന്നല്ലോ, ഒട്ടും കയ്യിലില്ലല്ലോ, അല്പമേ ഉള്ളല്ലോ എന്ന് ചിന്തിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ആലോചനയെ സംശയിക്കാതെ നാം ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ സാക്രിഫിഷ്യൽ ഗിവിംഗ്, ത്യാഗോജ്ജലമായ ദാനം എന്ത് ചെയ്യുന്നറിയാമോ? നമ്മുടെ കുറവുകളെ പരിഹരിച്ചിട്ട് നിറഞ്ഞു കവിയുന്ന അനുഭവത്തിൽ നമ്മളെ എത്തിക്കുവാൻ സാധിക്കും എന്നുള്ള വിഷയം നമ്മൾ ഒരിക്കലും മറന്നു കളയരുത്. പ്രൈസ് ദി ലോർഡ്. അനേക വിഷയങ്ങൾ ഇതിനോട് ചേർത്ത് ചിന്തിക്കുവാനുണ്ടെങ്കിലും വിശുദ്ധീകരണത്തിലേക്ക് പോകാതെ ഞാൻ ഓർപ്പിക്കേണ്ടത്, നമുക്ക് സമൃദ്ധിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും. പക്ഷേ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ ദൈവത്തിന്റെ ആലോചനയെ നാം അനുസരിക്കാൻ ഏൽപ്പിച്ചു കൊടുത്താൽ അറിഞ്ഞുകൊള്ളൂ, ആ ത്യാഗോജ്ജലമായ ദാനം കൊണ്ട് ഒരിക്കലും നമ്മുടെ ഭരണി ശൂന്യമാകില്ല. നമ്മുടെ മാവിരിക്കുന്ന കലം ഒരിക്കലും എംപ്റ്റി ആകത്തില്ല. പിന്നെയോ ആജ്ഞ അനുസരിച്ച്
സങ്കീർത്തനക്കാരന്റെ ഭാഷയെ പറഞ്ഞാൽ യഹോവയുടെ ദൈവത്തിന്റെ ആജ്ഞ അനുസരിച്ച് അവൻ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി നമ്മൾ മാറിയാൽ അറിഞ്ഞുകൊള്ളണം, ആ ത്യാഗോജ്ജലമായ ദാനം കൊണ്ട്, ആ സാക്രിഫിഷ്യൽ ഗിവിംഗ് കൊണ്ട് നമുക്കുണ്ടാകുന്നത് നിറഞ്ഞു കവിയുന്ന അനുഭവമാണ്. സ്തോത്രം. നാലാമത്തെ വിഷയം, ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 3-ാം വാക്യം പഠിക്കണം. ആ വാക്യങ്ങൾ സുപരിചിതമാണല്ലോ. ഇതാ, ഒരു അനീതിയുള്ള ന്യായാധിപൻ. ഒരു സ്ത്രീ തൻ്റെ അടുക്കൽ ചെന്ന് തൻ്റെ ആവശ്യങ്ങൾ പറയുന്നു. പക്ഷേ എത്ര പറഞ്ഞിട്ടും അവളെ മൈൻഡ് ചെയ്യാത്ത അനീതിയുള്ള ന്യായാധിപൻ. നമ്മളറിയണം, ആ മനുഷ്യൻ അവളെ അവോയ്ഡ് ചെയ്യുകയാണ്, ഇഗ്നോർ ചെയ്യുകയാണ്, ഇൻസൾട്ട് ചെയ്യുകയാണ്. പക്ഷേ അവൾ തീരുമാനിച്ചു, എൻ്റെ കാര്യം സാധിക്കുന്നവരെ ഞാൻ ഇവനോട് നിർബന്ധമായി സംസാരിച്ചുകൊണ്ടിരിക്കും. നാലാമത്തെ വിഷയം, പ്രതീക്ഷകളെല്ലാം അവസാനിച്ചു എന്ന് ചിന്തിക്കുന്ന വേളയിലും മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്ന നന്മകൾ വിശ്വാസത്തിൻ്റെ ബഹുമുഖങ്ങളുടെ നാലാമത്തെ മുഖമാണ്. നമ്മളറിയണം, ഒരു പ്രതീക്ഷ എത്ര പറഞ്ഞിട്ടും ആരും കേൾക്കുന്നില്ല. സഹായത്തിനു വേണ്ടി അനേകരെ സമീപിച്ചിട്ടും ആരും മനസ്സ് വെക്കുന്നില്ല. അനേക ദിവസങ്ങൾ പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ല. പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. നോക്കിക്കേ, യോബിന്റെ ചരിത്രങ്ങൾ പഠിച്ച് നോക്കിക്കേ. നേടുക മുഴുവൻ നഷ്ടപ്പെട്ടു. വീടുകൾ നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു, മൃഗസമ്പത്തുകൾ നഷ്ടപ്പെട്ടു, വേലക്കാർ നഷ്ടപ്പെട്ടു, സ്നേഹിതർ കുറ്റപ്പെടുത്തുന്നു, ഭാര്യയും പോയി ആത്മഹത്യ ചെയ്യുവാൻ, മരിക്കുവാൻ പ്രേരിപ്പിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ടു. പ്രതീക്ഷകളെല്ലാം അവസാനിച്ചു. വെണ്ണ കൊണ്ട് കാല് കഴുകിക്കൊണ്ടിരുന്ന ഇയ്യോബ് എല്ലാം നഷ്ടപ്പെട്ട് പുഴുക്കൾ തന്റെ ശരീരത്തെ കടിച്ചു കയറുമ്പോൾ തന്റെ ജീവിതത്തിൽ തന്റെ വിശ്വാസം നഷ്ടപ്പെട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും എൻ്റെ വീണ്ടെടുപ്പുകാരൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ദൈവത്തെ ഉയർത്തുവാൻ, പുകഴ്ത്തുവാൻ, ആരാധിക്കുവാൻ, ആശ്രയിക്കുവാൻ, ആ ദൈവത്തിൽ ശരണപ്പെടുവാൻ താൻ തീരുമാനിച്ചതിന്റെ ഫലമായി എല്ലാം നഷ്ടപ്പെട്ടെങ്കിലും തന്റെ വിശ്വാസം നഷ്ടപ്പെട്ടില്ല. ആകയാൽ എന്ത് സംഭവിച്ചെന്നറിയാമോ? നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പ്രാപിപ്പാൻ സാധിച്ചു. ഇയ്യോബ് പറഞ്ഞത്, എൻ്റെ ദൈവം ജീവിച്ചിരിക്കുന്നതല്ല. അത് ശരിയാണ്. പക്ഷെ താൻ പറഞ്ഞത്, അവിടെ താൻ തന്റെ ദൈവത്തെ കാണുന്നത് എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. എന്താ അർത്ഥം? നഷ്ടപ്പെട്ടത് മുഴുവൻ വീണ്ടെടുത്ത് തരാൻ കഴിവുള്ള ദൈവമാണ് എൻ്റെ ദൈവം. ദൈവമക്കളെ, പ്രിയപ്പെട്ടവരെ, എല്ലാം നഷ്ടപ്പെട്ടാലും വിശ്വാസം നഷ്ടപ്പെടാതിരിക്കുന്നെങ്കിൽ അറിഞ്ഞുകൊള്ളൂ, ഇന്നും നമ്മുടെ വീണ്ടെടുപ്പുകാരൻ നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. ആകയാൽ ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ നിരാശകൾ, വേദനകൾ, ദുഃഖങ്ങൾ, രോഗങ്ങൾ, പകർച്ചവ്യാധികൾ, കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, മാരക രോഗങ്ങൾ, വേർപാട് ദുഃഖങ്ങൾ, അങ്ങനെ അനവധി വിഷയങ്ങൾ അനേകരുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടത് ചിന്ത വരുത്തുമ്പോഴും ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, വിശ്വാസം നഷ്ടപ്പെടരുത്. വിശ്വാസത്തിൽ നിലനിൽക്കണം. വിശ്വാസത്തിൽ ആരോഗ്യം പ്രാപിക്കണം. വിശ്വാസത്തിൽ സമ്പന്നരാകണം. എന്താണ് ഗുണമെന്നറിയാമോ? നഷ്ടപ്പെട്ടതിനെ മുഴുവൻ വീണ്ടെടുത്ത് തരുവാൻ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ ഇന്ന് നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ഒരു വിഷയം പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 41-ാം വാക്യം.
യേശു മേലോട്ട് നോക്കി, പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ഈ ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവിടെ നിമിത്തം ഞാൻ നിന്നോട് പറയുന്നു. ആ വാക്യം ആരംഭിച്ചപ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, യേശു മേലോട്ട് നോക്കി, പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. വിശ്വാസത്തിന്റെ മുഖങ്ങളുടെ അഞ്ചാമത്തത്, കൈ കിട്ടുന്നതിന് മുമ്പേ കിട്ടിയെന്ന് വിശ്വസിക്കുന്ന മുഖം. ഇവിടെ കർത്താവ് ലാസറിന്റെ കല്ലറയ്ക്കലാണ് നിൽക്കുന്നത്. ലാസറിനെ ഉയർപ്പിക്കാൻ കർത്താവ് ഇവിടെ വന്നിരിക്കുക. ആ സമയത്ത് താൻ പിതാവിനോട് പ്രാർത്ഥിക്കുക, പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ ഈ വിശ്വാസമാണ് ആവശ്യമായിരിക്കുന്നത്. ഏത്? പ്രാർത്ഥിക്കുമ്പോൾ സംശയങ്ങൾ മനസ്സിൽ വരാം, എന്നാൽ സംശയങ്ങളെ ദൂരീകരിച്ചിട്ട് എൻ്റെ അപേക്ഷ ദൈവം കേൾക്കും, കാര്യം സാധിപ്പിക്കും എന്നുള്ള ആ പൂർണ്ണ വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടാകുന്നെങ്കിൽ അറിഞ്ഞുകൊള്ളൂ, വിശ്വാസത്തിന്റെ അനന്തരഫലം കർത്താവ് സംസാരിച്ചതുപോലെ നീ ദൈവത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ അതിന്റെ മഹത്വം കാണും എന്ന് കൽപ്പിച്ച അരുളി ചെയ്ത കർത്താവിന്റെ വാക്കിന്റെ നന്മകൾ നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, 5 പ്രധാനപ്പെട്ട വിഷയം ഞാൻ നിങ്ങളെ ഓർപ്പിച്ചത്. ഒന്ന്, ഒന്നും കാണാനില്ലാതിരിക്കുമ്പോൾ, എല്ലാം വെറും പാത്രങ്ങളായി മുമ്പിലിരിക്കുമ്പോൾ ഇതിനെ നിറയ്ക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് വിശ്വസിക്കുന്ന അനുഭവം. 2, മുൻപരിചയമൊന്നുമില്ലാത്ത കാര്യങ്ങൾ, നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ അത് വിശ്വസിക്കാനുള്ളതായ അനുഭവം. 3, നമുക്ക് പോലും ഇല്ലാതിരിക്കുമ്പോൾ ഉള്ളതിൽ നിന്ന് സാക്രിഫിഷ്യലായി, ത്യാഗോജ്ജലമായി ദൈവത്തിന്റെ ആലോചന അനുസരിച്ച് ചെയ്യാൻ മനസ്സ് വെക്കുന്ന ഒരു വിശ്വാസം. 4, പ്രതീക്ഷകളെല്ലാം അവസാനിക്കുമ്പോഴും എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിപ്പുണ്ട്, ആ വീണ്ടെടുപ്പുകാരൻ എന്നെ സഹായിക്കും എന്നുള്ള വിശ്വാസം. 5, കിട്ടുന്നതിന് മുമ്പേ കിട്ടി എന്ന് വിശ്വസിക്കുന്ന വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, നമ്മുടെ കർത്താവ് പോലും പിതാവോട് പറയുകയാണ്, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. കേൾക്കാൻ പോകുന്നതിനാൽ എന്നല്ല പറഞ്ഞത്, കേട്ടതിനാൽ. എന്താ തന്റെ അപേക്ഷ? ലാസറിനെ ഉയർപ്പിക്കണമെന്നുള്ള വിഷയമാണ്. അവിടെ കർത്താവ് പറയുന്നത്, കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഈ വിശ്വാസത്തിൻ്റെ മുഖങ്ങൾ നമ്മുടെ പ്രാണവായുവായി കടന്നു വരട്ട്. എല്ലാ പ്രതികൂലവും തോന്നുമ്പോഴും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്, അവ നമ്മെ സഹായിക്കും എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ആ വലിയ മനോഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊള്ളൂ, ഞാനും നിങ്ങളും ചിന്തിക്കുന്നതിനപ്പുറത്ത് നമ്മെ സഹായിക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും എന്നുള്ള കാര്യം വ്യക്തമായി മനസ്സിലാക്കിയിട്ട് ഈ ആണ്ടിൻ്റെ അവസാന സമയത്തേക്ക് വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എനിക്ക് ഓർപ്പിക്കാനുള്ള വിഷയം, വിശ്വാസത്തിൽ സമ്പന്നരാകൂ എങ്കിൽ നാം പ്രതീക്ഷിക്കാത്ത അനവധി നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഇനിയും പ്രാപിക്കുവാൻ സാധിക്കും. അതിനുവേണ്ടി ഈ വചനത്തിന് മുമ്പിൽ ഒന്ന് സമർപ്പിക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. എന്നെ കേൾക്കുന്നവരാരെങ്കിലും ഏതെങ്കിലും വിഷയത്തിന് മുമ്പിൽ നിരാശപ്പെടുന്നെങ്കിൽ ഞാൻ അവരോട് പറയട്ടെ, വിശ്വാസത്തിൽ ഉറയ്ക്കുക, വിശ്വാസത്തിൽ ശക്തിപ്പെടുക, വിശ്വാസത്തിൽ സമ്പന്നരാകുക, വിശ്വാസത്തിൽ ആരോഗ്യം പ്രാപിക്കുക. വിശ്വാസത്തിന്റെ ബഹുമുഖങ്ങൾ ഒരു ഡയമണ്ട് പോലെ നിങ്ങളുടെ ഉള്ളിൽ കടന്നു വരട്ടെ. ഈ ചിന്തകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകും.